മാർക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Anla, morning viewers. സർ, ഇന്നലെ US മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇന്നലെ ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഗ്യാപ് ഡൗൺ, ഒരു 5 മിനിറ്റ്സ് ചാർട്ടൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നാസ്ഡാക്കിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നാസ്ഡാക്കിനെ സംബന്ധിച്ചിട്ട് പൊതുവെ ഡൗ ജോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. S&P 500 സൂചികയും 0.5% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി FOMC യോഗ തീരുമാനങ്ങൾ അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ മെറ്റ, ടെസ്ല പോലെയുള്ള മേജർ കമ്പനികളുടെ റിസൾട്ടും ഇന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ മുന്നോട്ടേക്ക് അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 10-15 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും 49,600 ആ ഒരു റേഞ്ചിലായിരുന്നു നമുക്കിപ്പോൾ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇനി ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണണമെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കാര്യമായിട്ട് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. 48,400 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇൻട്രസ്റ്റിംഗ്ലി നമുക്കൊരു നല്ലൊരു ബുള്ളിഷ്നെസ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ ഒരു 6 ആഴ്ചകളായിട്ട് നാസ്ഡാക്ക് 100 ഇൻഡെക്സ് 26,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു സ്ട്രഗിൾ നടത്തുകയായിരുന്നു. ഇന്നലത്തെ ക്ലോസിംഗ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഒരു നല്ല സെറ്റപ്പ് കാണുന്നുണ്ട്. സോ വരും സെഷൻസിൽ നമ്മൾ ആ 26,000 പോയിന്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ താമസിക്കാതെ തന്നെ പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ക്രൂഡിലേക്കാണ് വരുന്നത്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഏർലി ഹവേഴ്സ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു 4 മന്ത് ഹൈയിലേക്ക് WTI ക്രൂഡ് എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇപ്പോഴും ആ ഒരു ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് WTI ക്രൂഡിന് സാധിക്കുന്നുണ്ട്. ബ്രെന്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും സമാനമായ തരത്തിൽ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് നിലനിൽക്കുന്നത്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ആ ഒരു ബിയറിഷ് സെന്റിമെന്റ്സിനുള്ള റിക്കവറി ആയിട്ട് ഈ ഒരു മൂവ്മെന്റിനെ കാണാൻ സാധിക്കുമോ, അതോ ഇതൊരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ വിലയിരുത്തേണ്ടത്? അല്ല, നമ്മൾ 2026 തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ WTI ക്രൂഡ് ആൻഡ് ബ്രെന്റ് ക്രൂഡിന്റെ കേസിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഏകദേശം 3 ആഴ്ച മുൻപ് തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് നമുക്ക് ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറിയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഇനി ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. WTI ക്രൂഡിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $63 ലെവലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് $1.5 മുതൽ $2.5 നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗോൾഡിലേക്ക് വരുമ്പോൾ ഗോൾഡിൽ ഇന്നും ഇപ്പോൾ $5,200 എന്നൊരു നില മറികടന്നുകൊണ്ടൊരു കുതിപ്പാണ് കാണാൻ സാധിക്കുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈ ആയിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 5,246 എന്നൊരു നിലയാണ്. ഓൾമോസ്റ്റ് ആ ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് എപ്പോഴും ട്രേഡിംഗ് നടന്നു വരുന്നത്. തുടർച്ചയായിട്ടുള്ള സ്വർണത്തിന്റെ ഒരു കുതിപ്പിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിയർ ടേമിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു സമയമാണോ, അതോ വീണ്ടും റൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? അല്ല, ഞാൻ ഇന്നലെയും ഇതിനെക്കുറിച്ച് ഒരു വ്യൂ നൽകിയിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അൺപ്രീസിഡന്റ്, അതായത് ചരിത്രത്തിൽ നമ്മൾ കാണാത്തൊരു ബുൾ റാലിയെ നമ്മൾ ഈ 2 പ്രഷ്യസ് മെറ്റൽസിനും കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. കാര്യം ഈ ഒരു റാലി അവസാനിച്ചു എന്ന് നമുക്ക് സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല. ബട്ട് എങ്കിലും നമ്മൾ ചാർട്ട്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഈ 2 പ്രഷ്യസ് മെറ്റൽസിലും വളരെ ഓവർബോട്ട് സോണിലാണ് റീഡിംഗ് കാണാൻ സാധിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അൺവൈൻഡിങ് ഓഫ് ലോങ് പൊസിഷൻസ് നടക്കുന്ന സമയത്ത് വലിയൊരു കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സ്വർണത്തിന്റെ കേസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആദ്യത്തെ ഒരു സ്റ്റോപ്പ് ലോസ് $5,190. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 5,180. ഈ 2 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു റിക്കവറി ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ 25,000 എന്നൊരു സൈക്കോളജിക്കൽ ലെവലും കൈവിട്ടിരുന്നു എങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു ജനുവരിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ലോയിലേക്ക് എത്തിയിരുന്നു എങ്കിൽ പോലും അവിടെ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ആ ലോയിൽ നിന്ന് 100 പോയിന്റ്സിന് മുകളിൽ ഒരു റാലി ആയിരുന്നു കണ്ടിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,175.4 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി 50 ഉണ്ടായ ഈ ഒരു റാലിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നമുക്ക് ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഒരു റാലി ആയിട്ട് ഒരിക്കലും വിലയിരുത്താൻ സാധിക്കത്തില്ല. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമ്മൾ ജനുവരി 5-ന് പുതിയൊരു ഓൾ ടൈം ഹൈ കണ്ടതിന് ശേഷം തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി 50 ഇൻഡെക്സിൽ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 25,700 റെസിസ്റ്റൻസെങ്കിലും ആദ്യം ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മേജർ റെസിസ്റ്റൻസ് 26,000 പോയിന്റിൽ കാണുന്നുണ്ട്. സോ നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പൊസിഷൻസ് എടുക്കാൻ. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഔട്ട് പെർഫോമൻസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ലാസ്റ്റ് ഒരു 1 അവറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റാലിയിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. കഴിഞ്ഞൊരു വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് ഒരു 700 പോയിന്റ്സിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലത്തെ ആ ഒരു ലാസ്റ്റ് അവറിൽ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിന്റെ ഇടിവിന്റെ പരമാവധി റിക്കവർ ചെയ്യാനായിട്ടും ഈ ഒരു ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 59,205.45 എന്നൊരു നിലയിലാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഷോർട്ട് ടേമിൽ നമുക്ക് ഇപ്പോഴും ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇന്നലത്തെ ആ ഒരു ശക്തമായ ഒരു ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ വീണ്ടും ഒരു ബുള്ളിഷ്നെസ് കാണാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 60,000 പോയിന്റ്. ഇൻട്രസ്റ്റിംഗ്ലി ഇന്നലത്തെ ബാങ്കിങ് സ്റ്റോക്സിലുള്ള റിക്കവറിക്ക് വേണ്ടി പ്രധാനമായിട്ട് നമുക്കൊരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആദ്യം തന്നെ HDFC ബാങ്ക് ആയിരുന്നു. HDFC ബാങ്കിന്റെ കേസിൽ നമുക്ക് തുടർച്ചയായിട്ട് ജനുവരി 5-ന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഞാൻ നേരത്തെ നിഫ്റ്റി 50ൽ ഒരു ഷോർട്ട് കവറിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ HDFC ബാങ്കിന്റെ കേസിലും വലിയ തോതിൽ ഒരു ഷോർട്ട് കവറിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ഫോർ ദ ഷോർട്ട് ടേം നമ്മൾ HDFC ബാങ്കിന്റെ ബോട്ടം കണ്ടു കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ഇൻവെസ്റ്റിംഗിന് വേണ്ടി ഒരു പൊസിഷൻ HDFC ബാങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിലായിരിക്കണം നമുക്ക് കൂടുതൽ സ്റ്റഡിയും ശ്രദ്ധയും കൊടുക്കേണ്ടത്. 900 റുപ്പീസിന്റെ സ്റ്റോപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് ഒരേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈവൻ നൗ HDFC ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. അതേസമയം നമുക്ക് ICICI ബാങ്ക് നോക്കുമ്പോഴും നമുക്ക് വളരെ ശക്തമായിട്ടൊരു ഷോർട്ട് കവറിംഗ് ഇന്നലെ ICICI ബാങ്കിലും കാണാൻ സാധിച്ചു. ICICI ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1325. എനിക്ക് തോന്നുന്നില്ല ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ ഈ ഒരു കേസിലും നമുക്ക് വാല്യൂ ഇൻവെസ്റ്റിംഗ് നടത്താൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1380. അതിന്റെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1410 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ പബ്ലിക് സെക്ടർ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. SBIയുടെ കേസിൽ നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പിനെ തുടർന്ന് ഐ തിങ്ക് വി വിൽ സി എ ന്യൂ ഓൾ ടൈം ഹൈ. മിക്കവാറും ഇന്ന് തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1020 രൂപ. ഇന്ത്യൻ ബാങ്കിന്റെ കേസിലും നമുക്ക് നല്ലൊരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. ഈ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 825 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒപ്പം ഇന്നലത്തെ ഒരു സെഗ്മെന്റിൽ ഒരു മുന്നേറ്റം പരിശോധിക്കുമ്പോഴേക്കും ഡിഫൻസ് ഓഹരികളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം ഡിഫൻസ് ഓഹരികളും ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഏകദേശം ഡാറ്റ പാറ്റേൺസ് പോലുള്ള ഓഹരികളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും 5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 1% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു.
സോ ഡിഫൻസ് ഓഹരികളിലുണ്ടായ ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു PSU സെക്ടർ, ഡിഫൻസ്, റെയിൽവേ പോലുള്ള ഓഹരികളിലൊക്കെ ബജറ്റിനോടനുബന്ധിച്ചിട്ട് ഒരു വോളറ്റാലിറ്റി കാണാൻ സാധിക്കും. പക്ഷേ വളരെ ജാഗ്രതയോടെ മാത്രമേ ഇത്തരം ഓഹരികൾ നിക്ഷേപം നടത്താൻ പാടുള്ളൂ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു പ്രീ ബജറ്റ് റാലിയിലേക്കാണ് ഡിഫൻസ് ഓഹരികൾ കടന്നിരിക്കുന്നത്. നമുക്ക് ഇതുവരെ നമുക്ക് ആ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നുണ്ട് ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസിൽ. നമ്മൾ ഷോർട്ട് ടേം ബുള്ളിഷ്നെസിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 7760 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് മേജർ റാലി നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ 8100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്പെസിഫിക്കലി ഇപ്പോൾ ചില സ്റ്റോക്സ് എടുക്കുമ്പോഴേക്കും ഡേറ്റ പാറ്റേൺസിന്റെ കേസിൽ നേരത്തെ ഞാൻ HDFC ബാങ്ക് ആൻഡ് ICICI ബാങ്കിനെ കുറിച്ച് സംസാരിച്ചതുപോലെ നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടൊരു ഷോർട്ട് കവറിങ്ങും ഒരു പൊട്ടൻഷ്യൽ ബോട്ടമിന് ഒരു പാറ്റേണും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കേസിൽ നമ്മൾ 2120 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 2800 രൂപയിൽ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ നമുക്ക് ഇന്നലെ കാര്യമായിട്ടൊരു റിക്കവറിയോ ഷോർട്ട് കവറിങ്ങോ കാണാൻ സാധിച്ചില്ല. ഈ സ്റ്റോക്കിന് ഒത്തിരി റെസിസ്റ്റൻസ് ലെവൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4530, അതിനുശേഷം 4590 ആൻഡ് ഫൈനലി 4690. ഈ 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്കൊരു റാലി കാണാൻ സാധിക്കത്തുള്ളൂ. മറ്റ് ഡിഫൻസ് സ്റ്റോക്സിലൊന്നും കാര്യമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് വന്നില്ല, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആയിരുന്നു ഇന്നലെ ആക്ച്വലി ഡിഫൻസ് സെക്ടറിലെ സ്റ്റാർ പെർഫോമർ. ഈ ഒരു കേസിലും നമുക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ 2155 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം എഗൻസ്റ്റ് ദ ട്രെൻഡ്. ബട്ട് 2155 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 2650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാനിടയായി. ഈ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 1620, അതിനുശേഷം മേജർ റെസിസ്റ്റൻസ് 1820 ആയിരിക്കും. സർ, ഇതിനോടൊപ്പം തന്നെ ഇന്നലെ പ്രത്യേകം ഒരു മുന്നേറ്റം നടത്തി അല്ലെങ്കിൽ ഒരു വളരെ വോളറ്റൈലിറ്റി ദൃശ്യമായ ഒരു സെക്ടറായിരുന്നു ടെക്സ്റ്റൈൽ ഓഹരികൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റൈൽ ഓഹരികളെ സംബന്ധിച്ച് ഇന്നലെ ഇന്ത്യ EU ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് താരിഫിന്റെ ഒരു ഇമ്പാക്ട് വലിയ തോതിൽ അഫക്റ്റ് ചെയ്ത ഒരു സെക്ടർ കൂടിയായിരുന്നു. സോ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് പൊതുവെ ആശ്വാസം പകരുന്ന ഒരു ഡീലാണ് ഇന്നലെ സൈൻ ചെയ്തിരിക്കുന്നത്. 0% താരിഫാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് EUയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് പല ഓഹരികളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടും KPR മില്ലിലേക്കാണ് വരുന്നത്. KPR മില്ലിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 6% ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു KPR മില്ലിന്റെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് KPR മിൽ. സോ KPR മില്ലിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, KPR മില്ലിന്റെ കേസിൽ ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സെല്ലിങ്ങിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 45 മുതൽ 50% ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി നവംബർ മാസത്തിന് ശേഷമുള്ള സെല്ലിംഗ് നോക്കുമ്പോഴേക്കും വളരെ ഹെവി സെല്ലിംഗാണ് നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ആൻഡ് ഇന്നലെ മാത്രമല്ല, ആക്ച്വലി കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്നലത്തെ ആ ഒരു റിക്കവറി നമുക്ക് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 970, അതിനുശേഷം 1090. 1090 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ. സർ, അപ്പം തന്നെ എക്സെപ്ഷണൽ ആയിട്ടൊരു മൂവ്മെന്റ് നടത്തിയ ഒരു ഓഹരി എന്ന് പറയുന്നത് കിറ്റെക്സ് കൂടിയായിരുന്നു. കിറ്റെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 3 ദിവസത്തിൽ ഓൾമോസ്റ്റ് ഒരു 30% അടുത്തുള്ള ഒരു മുന്നേറ്റമാണ് 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് കിറ്റെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മാത്രം 9% ഒരു കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. വലിയ തോതിലൊരു വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗും നടന്നിട്ടുണ്ട്. സോ കിറ്റെക്സിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കിറ്റെക്സിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ബോട്ടം കണ്ടു എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ, അതോ ഇതൊരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ വിലയിരുത്തേണ്ടത്?
അല്ല, നമ്മൾ കിറ്റെക്സിന്റെ കേസിൽ നമുക്ക് ആക്ച്വലി 2025 തുടക്കം മുതൽ തന്നെ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങും ഒത്തിരി വോളറ്റിലിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യം, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. പല ട്രേഡിംഗ് സെഷൻസിലും ഈ കഴിഞ്ഞ ഒരു 1-1.5 വർഷത്തിനിടെ ഈ സ്റ്റോക്ക് ഒന്ന് ലോവർ സർക്യൂട്ട് ബ്രേക്കർ അതല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട് ബ്രേക്കറുള്ള ക്ലോസ് നടത്തിയിരിക്കുന്നത്. സോ ഇത്തരം സ്റ്റോക്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ നമ്മൾ തൽക്കാലം ഈ സ്റ്റോക്കിലെ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നമുക്കൊരു ശക്തമായിട്ടൊരു സസ്റ്റൈനബിൾ മൂവ് കാണാൻ സാധിക്കണമെങ്കിൽ 240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. മറ്റ് ടെക്സ്റ്റൈൽ ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം നടത്തിയപ്പോൾ പോലും ഗോകുൽദാസ് എക്സ്പോർട്സിൽ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരുന്നത്. 2.5% ഒരു നഷ്ടത്തിലേക്കായിരുന്നു ഗോകുൽദാസ് എക്സ്പോർട്സിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഈ ഓഹരിയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ ഗോകുൽദാസ് എക്സ്പോർട്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഗോകുൽദാസ് എക്സ്പോർട്സിന്റെ കേസിലും നമ്മൾ നേരത്തെ KPR മില്ലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വളരെ ഹെവി സെല്ലിംഗ് കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം കാണാൻ സാധിക്കുന്നത്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കും വളരെ ഹൈലി ഓവർസോൾഡ് സോണിൽ ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ഇത് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് നമ്മൾ കരുതാൻ പാടില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 660, അതിനുശേഷം 700, 760. 760 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് 850 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സർ, അപ്പം തന്നെ ട്രെൻഡിലേക്കൂടി വരികയാണ്. ട്രെൻഡിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ 1% ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു വിൽപ്പന സമയത്തിൽ നേരിടുന്ന ഒരു ഓഹരി കൂടിയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ട്രെൻഡിലുള്ള താങ്കളുടെ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ട്രെൻഡിന്റെ കേസിൽ 2025 തുടക്കം മുതൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു കേസിലും നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. ഇന്നലത്തെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇൻഡെക്സ് ഹെവി വെയ്റ്റ്സിലെ ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ കേസിലായിരുന്നു വളരെ ശക്തമായിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി റിവേഴ്സ് ചെയ്യുന്ന ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2910 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ താമസിക്കാതെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. സർ, അടുത്തതായിട്ട് ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചിട്ട് മെറ്റൽ ഇൻഡെക്സിനോടൊപ്പം കുതിച്ച ഒരു ഓഹരി കൂടിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത്. ഇന്നലെയും പുതിയൊരു 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 733 രൂപ എന്നൊരു നിലയിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ പ്രകാരം കമ്പനി ഒരു ഓഫർ ഫോർ സെയിൽ 4500 കോടി രൂപയുടെ ഒരു ഓഫർ ഫോർ സെയിൽ വേദാന്ത നടത്തുന്നു എന്ന് കൂടി അപ്ഡേഷൻസ് എത്തുന്നുണ്ട്. സോ ഹിന്ദുസ്ഥാൻ സിങ്കിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ വ്യൂ എങ്ങനെയാണ്? ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിൽ നവംബർ മാസത്തിന് ശേഷം നമുക്ക് വലിയൊരു കുതിപ്പ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 458 രൂപയിൽ നിന്ന് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ 733 രൂപ വരെ നമുക്ക് നേട്ടം നൽകി കഴിഞ്ഞു. സ്റ്റോക്ക് ഇസ് ഹെവിലി ഓവർബോട്ട്, വാല്യുവേഷൻസ് വളരെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗിന് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 710 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം ടാറ്റ സ്റ്റീലിലേക്ക് കൂടി വരികയാണ്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ ഒരു പുതിയ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടാറ്റ സ്റ്റീലിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2.5% നേട്ടം നൽകിക്കൊണ്ടാണ് ടാറ്റ സ്റ്റീൽ ഓഹരികളും ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. പൊതുവെ പരിശോധിക്കുമ്പോഴേക്കും മാർക്കറ്റിലുണ്ടായ ഒരു വോളറ്റാലിറ്റി വലിയ തോതിൽ ടാറ്റ സ്റ്റീൽ ഓഹരികളെ റിഫ്ലക്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. ചെറിയ തോതിൽ ഇടിവൊക്കെ രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും വളരെ ശക്തമായിട്ട് തന്നെ ഒരു ക്ലോസിംഗ് നടത്താനായിട്ട് ഈ ഒരു ഓഹരിക്ക് ഇന്നലെ കഴിഞ്ഞിരുന്നു. സോ ടാറ്റ സ്റ്റീലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് ലെവൽ 185 ആയിരിക്കും. എങ്കിലും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
സർ, അടുത്തതായിട്ട് റിയൽറ്റി സെക്ടറിലേക്ക് കൂടി വരികയാണ്. റിയൽറ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിൽ ടെക്നിക്കലി വീക്കായിട്ട് തുടരുന്ന ഒരു ഇൻഡെക്സ് കൂടിയാണ് നിഫ്റ്റിയുടെ റിയൽറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 0.5% നേട്ടം നൽകിയിരുന്നു എങ്കിൽ പോലും വോളറ്റാലിറ്റി വളരെ കൃത്യമായിട്ട് ഈ ഓഹരിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സെക്ടറിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി റിയൽറ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി റിയൽറ്റിയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സെക്ടറിൽ നമ്മൾ മേജർ സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും വളരെ ഓവർ സോൾഡ് സോണിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്ടറിലും താമസിക്കാതെ തന്നെ ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കും. സോ ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 810 ആയിരിക്കും. സർ, അപ്പം തന്നെ അനന്തരാജിലേക്ക് കൂടി വരികയാണ്. അനന്തരാജിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഓൾമോസ്റ്റ് ഒരു ഇടിവിൽ 1% മുകളിൽ ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്ഷമിക്കണം, ഏകദേശം 2% മുകളിൽ ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. മറ്റ് ഓഹരികളെ പോലെ തന്നെ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിടുന്ന ഒരു ഓഹരി കൂടിയാണ് അനന്തരാജ്. സോ അനന്തരാജിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അനന്തരാജിന്റെ കേസിൽ നമുക്ക് വളരെ സ്ട്രോങ് സപ്പോർട്ട് 479 രൂപയിൽ കാണുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 580. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അടുത്തായിട്ട് HG ഇൻഫ്ര എഞ്ചിനീയറിംഗിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഓഹരികളെ പോലെ തന്നെ ഈ ഒരു ഓഹരിയിലും ശക്തമായിട്ടുള്ള ഒരു വിൽപ്പനാ സമ്മർദ്ദമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട മൂവിംഗ് അവറിനൊക്കെ താഴെയായിട്ടാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ HG ഇൻഫ്ര എഞ്ചിനീയറിംഗിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? HG ഇൻഫ്ര ഫെബ്രുവരി 2025 ലിസ്റ്റിംഗ് നടത്തിയത്. അതിനുശേഷം 1322 രൂപയിൽ നിന്നും തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിലെ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. സോ മെഞ്ഞാന്നത്തെ ട്രേഡിംഗിലായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ലോ കണ്ടത്. ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 520 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 760 അതിനുശേഷം 965 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അടുത്തായിട്ട് റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത ഗ്രോയിലേക്കാണ് വരുന്നത്. ഗ്രോയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരു 0.5% അധികം ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ വളരെ വോളറ്റൈൽ ആയിട്ടൊരു സെഷനാണ് ഈ ഒരു ഓഹരിൽ ഈ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം കാണാൻ സാധിക്കുന്നത്. സോ ഗ്രോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗ്രോയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിലെ ബൈങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. ഈ സ്റ്റോക്കിൽ മേജർ റെസിസ്റ്റൻസ് 180 കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈങ് ഹൗസിന് ഈ സ്റ്റോക്കിൽ ലഭിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 150 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത്. താങ്ക് യു അരുണ്ട. ഏതായാലും പ്രദീപ് സാറുമായിട്ടുള്ള ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുതെന്ന് പ്രേക്ഷകരെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ആയിട്ടോ കൺസിഡർ ചെയ്യരുത്. ഓരോ നിക്ഷേപത്തിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക എന്ന് കൂടി ഓർപ്പിക്കുന്നു. അല്പസമയത്തിനകം മാർക്കറ്റിലെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.